വെക്കുന്ന സോളാർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് KCB കൊടുക്കാം. KCB അതൊരു വരുമാനമാണ്. അതൊക്കെ സത്യം പറഞ്ഞ തെറ്റിദ്ധാരണകളാണ്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിലാണ്. നമ്മൾ ഇവിടെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇത് 5 കിലോവാട്ടിനാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. എൻ്റെ കൂടെ ഉള്ളത് ഇപ്പം അഫ്ര എഞ്ചിനീയേഴ്സ് ആണ്. ഇവരാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മുടെ ആവശ്യം എന്താണ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വയ്ക്കുക. അതിന്റെ കൂടെ തന്നെ ഭാവിയിലേക്ക് കുറച്ചും കൂടെ കൂട്ടിയിട്ടുള്ള സിസ്റ്റം വയ്ക്കുക. അതെ, ഒരുപാട് വലിയൊരു സിസ്റ്റം വെച്ച് വലിയൊരു മുടക്ക് മുതൽ ഇതിലേക്ക് കൊണ്ടുവരുന്നതിൽ നമുക്ക് വലിയൊരു ലാഭമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിലവിൽ ഇപ്പൊ KCBയുടെ സൈഡിൽ നിന്നാണെങ്കിലും കിട്ടാനില്ല. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് പുറത്ത് പരക്കുന്നുണ്ട്. വെക്കുന്ന സോളാർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് KCB അതൊരു വരുമാനമാണ്. അതൊക്കെ സത്യം പറഞ്ഞ തെറ്റിദ്ധാരണകളാണ്. നമ്മുടെ ഒരു ബൈയിങ് പ്രൈസ് അല്ല നമ്മുടെ ഗെറ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു 6 രൂപ 7 രൂപയ്ക്ക് മുകളിൽ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പകുതിയുടെ താഴെ നിന്ന് വരുന്ന ഒരു എമൗണ്ട് മാത്രമായിരിക്കും KCB എപ്പോഴും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ വീട്ടിലെ കറണ്ട് ചാർജ് 3000-4000 ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് അപ്പുറത്തെ നമ്മുടെ ഹോം സ്റ്റേയും കൂടെ ഇതിനകത്ത് ചേർത്ത് വെക്കണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് അതിന്റെ രീതി? നമ്മുടെ വീട്ടിൽ ശരിക്കും പറയുകയാണെങ്കിൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 3 കിലോ വാട്ട് സിസ്റ്റത്തിന് റിക്വയർമെന്റ് ഉള്ളൂ. പക്ഷേ നമ്മുടെ ഹോം സ്റ്റേയും കൂടി ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കേസ് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ 5 കിലോ വാട്ട് സിസ്റ്റം ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഫ്യൂച്ചറിൽ സാറിന് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. 25 കിലോ വാട്ട് വരെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. പാനലും ഇൻവെർട്ടറും മാത്രം ചെയ്ത് പോയാൽ വേറെ സാധനങ്ങളൊന്നും ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്നില്ല. അത് അന്ന് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സാറോട് അദാനിയുടെ പാനൽ വെച്ചു. ഇനിയിപ്പോ സാർ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് ഈ നിലവിലെ പാനലായിരിക്കണം എന്നല്ല നമുക്ക് കിട്ടുന്നത്. വേറെ ഏതെങ്കിലും ലേറ്റസ്റ്റ് കിട്ടുന്ന മൊഡ്യൂള് എത്ര വാട്ട്സിന്റെ ആണോ അതിന്റെ ലേറ്റസ്റ്റ് സീരീസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ആഡ് ഓൺ ചെയ്ത് പോകാൻ. ഓൾറെഡി നമ്മൾ ഹോം സ്റ്റേ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു 2 വീട് കൂടി വേണമെങ്കിൽ അഡീഷണലി സാറിന്റെ പേര് തന്നെയുള്ള കണക്ഷൻ ആണെങ്കിൽ ആഡ് ഓൺ ചെയ്ത് പോവാം. അത് വീട് തന്നെ ആവണമെന്നില്ല, കൊമേഴ്ഷ്യൽ കണക്ഷൻ ആണെങ്കിലും നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എവിടെയാണെങ്കിലും നമുക്കത് ചെയ്യാം. നമ്മുടെ കൺസ്യൂമറുടെ പേര് സെയിം ആവണം എന്നുള്ളൊരു ഒരാഴ്ച കൊണ്ടാണ് പണി തീർത്തത്. ഞാൻ KCB ആയിട്ട് കോൺടാക്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഇവരുടെ ടീം തന്നെയാണ് ചെയ്തത്. ഞാൻ വീട്ടിലിരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു സർവീസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഇവരെ ഇപ്പം തന്നെ വിളിച്ചോളുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.